നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ കൊണ്ടാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കിട്ടുന്ന ചെമ്പരത്തി പൂവിന്റെ ഇതൾ വെച്ചിട്ട് നമ്മളൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കാഴ്ചകളിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഔഷധ ഗുണങ്ങൾ ഒരുപാടാണ് ആയുർവേദത്തിലായാലും. അതുപോലെ നമ്മുടെ ഈ ഷുഗർ കുറയ്ക്കാനും അതുപോലെ സൗന്ദര്യത്തിനും ബോഡി ഷേമിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും പഞ്ചസാരയും കൂടെ നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റാണ്. നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ അരച്ച് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ ചെമ്പരത്തി ഇലയുടെ തിളപ്പിച്ച ശേഷം നമ്മളിത് ലോവർ ഫ്ലെയിമിൽ നമ്മൾ തിളപ്പിക്കുക, നല്ലവണ്ണം തിളപ്പിച്ച ശേഷം ഇതിനെ ആറിക്കാൻ വെക്കണം. അപ്പൊ ഇതിനൊരു റെഡ് കളർ വരും. ഈ റെഡ് കളറാണ് നമ്മൾ ഇതിനകത്തുള്ള ഹെൽത്തിയുടെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 1 ആവശ്യത്തിനനുസരിച്ച് രുചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 2 3 അല്ലെങ്കിൽ ഒരു പീസോ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ ഇഞ്ചി ആവശ്യത്തിനെടുക്കാം, അതിന്റെ രുചിയുടെ അനുസരിച്ചാണ്. അതുപോലെ ഇതിനകത്ത് പഞ്ചസാര ഇതുകൊണ്ട് നമ്മൾ അരച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്കസ് നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുക. അതിന് ആ ഒരു മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഡ്രിങ്കിനകത്ത് ഇത് ചൂട് ആറിയാലേ ഉള്ളൂ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ ഓൾറെഡി നമ്മളെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഇഞ്ചിയുടെ ഈ പേസ്റ്റ് ആഡ് ചെയ്യുക. ഇഞ്ചി നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത സാധനമാണിത്. നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയായി കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ഇങ്ങനെ കട്ട കൂടി കിടക്കുന്നതിൻ്റെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്ലി അരിയാൻ കിടപ്പുണ്ട്, അങ്ങ് മാറ്റിയാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരെണ്ണം നമ്മൾ മിക്സിയിൽ അരച്ച സമയത്ത്. അതിനുശേഷം ഇതിനകത്ത് നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. രുചിക്ക് വേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഇതിന്റെ കളർ നിങ്ങൾക്ക് അറിയാം, നമ്മളെ പഴയ കളറിനെക്കാട്ടി കൂടുതലായിട്ട് നല്ല ഒരു റെഡിഷ് കളർ വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സി ഗ്രൈൻഡിൽ വെച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നാരങ്ങ നീര് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കസ്കസ് ആഡ് ചെയ്തു. ഇനിയിപ്പോ ഓൾറെഡി കൂടുതൽ ഒരുപാട് മധുരം വേണ്ട ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് അല്ലാതെയും പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഇനിയും ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിച്ച വെള്ളമാണ്. ഇപ്പൊ ഓൾറെഡി ഇത് തണുത്താണ്, എന്നാലും തണുപ്പിച്ച വെള്ളം കൂടെ ഇത് ആഡ് ചെയ്യണം നമ്മൾ. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന ചെമ്പരത്തിപ്പൂവിന്റെ ജ്യൂസ്, ഹെൽത്തി ജ്യൂസ്. നമ്മളിത് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യണം. അതിന് നമ്മൾ കപ്പ് എടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ
പൂവ്, ചെമ്പരത്തി പൂവിന്റെ ഫ്രഷ് ജ്യൂസാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയുക എൻജോയ്മെന്റ്, നല്ല തണുപ്പൂടെ കുടിക്കാം ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ പരീക്ഷിക്കുക. പരീക്ഷിച്ചതിന് ശേഷം കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ. നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രൈബും ലൈക്കും കമന്റും അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതാണ് ഹെൽത്തി ഡ്രിങ്ക് ചെമ്പരത്തി പൂവിന്റെ. അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങളൊന്ന് കാത്തിരിക്കണം. പുതിയ പുതിയ വീഡിയോകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം